ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടീസർ റിയാക്ഷനുമായിട്ടാണ്. അതായത് ജനപ്രിയ നായകൻ ദിലീപിന്റെ ബ്രഹ്മാണ്ഡ തിരിച്ചുവരവായിരിക്കും ഈ സിനിമ എന്ന് പലരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ബബ്ബബ്ബയാണ് വന്നിരിക്കുന്നത്. അതിലെന്ന് പറഞ്ഞാൽ ദിലീപ് ഉണ്ട്, വിനീത് ശ്രീനിവാസൻ ഉണ്ട്, ഗോകുലം പ്രൊഡക്ഷനിലാണ് ഈ സംഭവം ഇറങ്ങാൻ പോകുന്നത്. അതായത് വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. എന്തായാലും നമുക്ക് ഒട്ടും തന്നെ വെച്ച് താമസിപ്പിക്കാതെ അതിന്റെ ടീസറിലോട്ടേക്ക് കടക്കാം. എന്തായാലും ടീസർ ഇറങ്ങിയിട്ട് ഇപ്പോൾ 54 മിനിറ്റ് ആയിട്ടുണ്ട്. 5600 വ്യൂവർഷിപ്പ്. നമുക്ക് സത്യം പറഞ്ഞ ഈ ലോകത്തെ എല്ലാവർക്കും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. ഒരു മാസ് പടാണെന്ന് ഉറപ്പാണ് സംഭവം. തനിക്കറിയാലോ ആരാ വരാൻ പോകുന്നതെന്ന്. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും പറക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത. പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാർ. ഇത് ദിലീപ് ഫാൻസിന് രോമാഞ്ചിഫിക്കേഷൻ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തോ എനിക്ക് തന്നെ ഒരു രോമാഞ്ചിഫിക്കേഷൻ തോന്നുന്നു. മ്യൂസിക് തോന്നുന്നു, ഷാൻ റഹ്മാൻ മ്യൂസിക്. ദിലീപും ഞാനും. ഇനിയാണ് എന്റെ ഷോ. അത് വർഗീസാണ്. ദിലീപാണ്. I will take you to the miraculous universe of the most wanted person you are searching for. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. മക്കളെ, ഒരു കാര്യം പറയാനുള്ളൂ. ടീസർ കണ്ടതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമ എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ അടിക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കാം. ഒരു സാധാ ഒരു ദിലീപിൻ്റെ ഒരു ഡൈ ഹാർഡ് ഫാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുവിധ സംഭവമല്ല. എനിക്ക് തോന്നുന്നു അവസാനത്തെ എത്രയോ സിനിമകളായിട്ട് ഞാൻ തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ടിട്ടില്ല. എന്നിട്ട് വരെ പറയാണ് ഇത് തിയേറ്ററിൽ എന്തായാലും കാണും. ഉറപ്പിച്ച് പറയാണ് ഇത് കാണും. ഇത്രയൊരു പ്രേക്ഷകൻ എന്നൊരു നിലയിൽ ഇത്രയൊരു ആൻറ്റിസിപ്പേഷൻ ജനിപ്പിക്കാൻ പറ്റിയ ഒരു ട്രെയിലറോ ടീസറോ ദിലീപിൻ്റെ ആയിട്ട് അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു എല്ലാവിധ ഓഡിയൻസിനും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സിനിമയാണ്. അധികം സംഭവങ്ങളൊന്നും എന്താണെന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല എന്തായാലും. പക്ഷെ പുള്ളി ഒരു വൻ സംഭവമാണ് ഇതിൽ എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് ഉറപ്പിക്കാം. അതായത് ടീസർ നല്ല വെൽ ഡൺ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഫ്രെയിംസ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, മ്യൂസിക് നല്ല എലിവേഷൻ തരുന്ന തരത്തിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് സംഭവം. എന്തായാലും ഈ ടീസർ കണ്ടിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ഓൺ ബിലോ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ ഒരു 700+ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഷോർട്സും ലോങ് വീഡിയോസും ആയിട്ട്. അങ്ങനത്തെ കണ്ടന്റ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.